സ്കൂളിലെ അധ്യയന സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ അതായത് മൊത്തം 15 മിനിറ്റ് രാവിലെയും വൈകിട്ടും. അത് പറ്റില്ല, വൈകുന്നേരം വേണമെങ്കിൽ അരമണിക്കൂർ കൂട്ടാം. ഇതാണ് സമസ്ത ഉൾപ്പെടെയുള്ള ചില ഇസ്ലാമിക സംഘടനകളുടെ നിലപാട്. അപ്പം മന്ത്രി പറയുന്നത് അത് പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സമയം ക്രമീകരിച്ചോ എന്നാണ്. പക്ഷേ ഇത് വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മന്ത്രിയുമായിട്ടൊരു ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു മന്ത്രിതല ചർച്ചയ്ക്ക് നേരത്തെ പ്ലാൻ ചെയ്തു, പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. ഇന്ന് ആ ചർച്ച നടക്കും. അങ്ങനെ ചർച്ച നടന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന തീരുമാനം നടക്കുമോ, അതോ ഈ മുസ്ലിം സംഘടനകൾ പിടിക്കുന്ന വാശി ജയിക്കുമോ? എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറായതല്ല. ഈ പന്ത് മുഖ്യമന്ത്രിയുടെ കോർട്ടിലെത്തിയപ്പോഴാണ് ചർച്ച വരുന്നത്. അതുവരെ ചർച്ചയില്ല, ഞാൻ ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനമാണ്. മാത്രമല്ല അതിന് ദേശീയ വിദ്യാഭ്യാസ നയവും അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ശിവൻകുട്ടിയല്ലേ എന്തും ചെയ്യുമെന്ന മട്ടിലൊന്നും അല്ല. അത് ഏറെ ആലോചനകൾക്ക് ശേഷം വന്നൊരു മാറ്റമാണ്. മാത്രമല്ല ആവശ്യമില്ലാത്ത പരിഗണന കേരളത്തിന് വേണ്ടി മാറ്റം വരുത്തിയിട്ടുമുണ്ട് ഈ നിർദ്ദേശങ്ങളിലൊക്കെ. ശ്രദ്ധിച്ചോന്നറിയില്ല, വെള്ളിയാഴ്ചകളിൽ ഈ പരിഷ്കാരമില്ല. എന്താ വെള്ളിയാഴ്ചകളിൽ കുഴപ്പം? എനിക്ക് തോന്നുന്നു കേരളത്തിന് ആരെയോ അനാവശ്യമായി പ്രീണിപ്പിക്കാനാണത്. ഈ പരിഷ്കാരം ഉണ്ടല്ലോ, 15 മിനിറ്റ് നേരത്തെ തുടങ്ങി 15 മിനിറ്റ് വൈകി അവസാനിപ്പിക്കുക, അരമണിക്കൂർ ലേണിംഗ് ടൈം കൂട്ടിക്കിട്ടും. അതാണ് അതിൻ്റെ കാര്യം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വെള്ളിയാഴ്ച ഒഴിവാക്കുന്നത്? വെള്ളിയാഴ്ച ഒഴിവാക്കുകയല്ല വേണ്ടത്, വെള്ളിയാഴ്ച വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. കാരണം വെള്ളിയാഴ്ച മദ്രസകൾ പ്രവർത്തിക്കാത്ത ദിവസമാണ്, അതുപോലും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ വെള്ളിയാഴ്ചകൾ ഞങ്ങൾ ഒഴിവാക്കി തന്നല്ലോ എന്ന് പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്തോ ആനുകൂല്യം ചെയ്തു എന്നൊരു പ്രതീതി ഉണ്ടാക്കുകയാണ്. അത് ആവശ്യമില്ലാത്ത മറ്റ് സമൂഹങ്ങൾക്കിടയിൽ ഇതൊരു പ്രീണനമാണ് എന്ന ബോധം ഉണ്ടാക്കും. വെള്ളിയാഴ്ചകൾ മദ്രസ ഇല്ലാത്ത ദിവസമാണ്, അന്ന് വേണമെങ്കിൽ അരമണിക്കൂർ തന്നെ നേരത്തെ തുടങ്ങാം, ചെയ്യാവുന്ന ദിവസമാണ്. അപ്പോൾ ഇത് തുടക്കത്തിലേ ഇതിൽ ആവശ്യത്തിലേറെ വെള്ളം ചേർത്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ശിവൻകുട്ടി പറഞ്ഞത് ഒരു കാരണവശാലും ഇത് ഗവൺമെൻറ് നയമാണ്, നടപ്പാക്കില്ല എന്ന്. പക്ഷേ മുഖ്യമന്ത്രിയുടെ കോർട്ടിലെത്തിയ അന്ന് മുഖ്യമന്ത്രി ഇവിടെ ഇല്ല, ചികിത്സക്ക് പോയതാണ്. മുഖ്യമന്ത്രി വന്നപ്പോഴാണ് ചർച്ച വേണം എന്ന അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അയഞ്ഞത്. അപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല, ഇനി ആളുകളെ ഇത് ബോധ്യപ്പെടുത്താൻ ഒരു മീറ്റിംഗ് വിളിക്കാം. അതിനെന്തിനാണ് ചർച്ച? ഒരു PRD പോരെ അതിന്? മാത്രമല്ല ഇതിനകത്ത് ആവശ്യമില്ലാത്ത വാശി എനിക്കും ചെറിയ കാര്യമാണ്, വലിയ കാര്യങ്ങളിൽ വാശി കാണിക്കാറുമില്ല. ഇപ്പോൾ സൂംബ ഡാൻസ് വന്നു, നമ്മുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് നല്ലതാണത്. അപ്പോൾ നോക്കുമ്പോൾ പല കോണിൽ നിന്നും അതിന് എതിർപ്പ് വന്നു. നിസാരമായ കാരണങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഒന്നിപ്പോൾ ഇത് കൊളംബിയയുടെ ഡാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ചില കോണുകൾ, ഇപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രം പോലും അങ്ങനെ അഭിപ്രായം പറഞ്ഞു തോന്നുന്നു. വിദേശമാണ്, നമ്മൾ നോക്കേണ്ടത് എന്താ? അതിൻ്റെ റിസൾട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ വിദേശം സ്വദേശം തുടങ്ങിയ ചർച്ച വരുമല്ലോ. പക്ഷേ കുട്ടികൾക്ക് നല്ലതാണോ അല്ലേ എന്ന് ആലോചിച്ചാൽ പോരെ. അപ്പോൾ അത് എതിർപ്പ് വന്നതോടുകൂടി ഇപ്പോൾ എന്താ പറഞ്ഞത്? നിർബന്ധിക്കില്ല. അങ്ങനെ പോയി പറ്റില്ലല്ലോ. വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് സ്വീകരിച്ചാലും അത് നിർബന്ധം തന്നെയാണ്. അതൊരു സ്കൂൾ തീരുമാനിക്കുന്ന യൂണിഫോം നിർബന്ധമാണ്. ഇഷ്ടമുള്ളവൻ ധരിച്ചാൽ മതി എന്ന് പറയാൻ പറ്റുമോ? അസംബ്ലി ഇഷ്ടമുള്ളവന് മതി എന്ന് പറ്റുമോ? ഡ്രില്ല് ആവശ്യമുള്ളവന് മതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. സംഗീതവും കലയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവന് എടുത്താൽ മതി എന്നല്ല, അങ്ങനെ ഓപ്ഷൻ ഇല്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അനിവാര്യമായും കൊടുക്കേണ്ടതാണ്. വിദ്യാഭ്യാസം നിർബന്ധമാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അങ്ങനെ ഉണ്ടല്ലോ, സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നിർബന്ധമായും പൗരന്മാർക്ക് കൊടുക്കേണ്ടത് 14 വയസ്സ് വരെയുള്ള ഇന്ത്യൻ കുട്ടികളുടെ അവകാശമാണ്. അത് അവകാശമാകുമ്പോൾ കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ ഓപ്ഷൻസ് ഇല്ല, കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലല്ലേ, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ബലമായി സംശയിക്കുന്നു ഇന്ന് വൈകുന്നേരം നടക്കുന്ന ചർച്ച മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു സാധാരണ രീതി എന്താണെന്ന് വെച്ചാൽ, പുരോഗമനപരമായ പരിഷ്കാരങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം മൗനം പാലിക്കും. അപ്പോൾ ആളുകൾ അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളും സംവാദങ്ങളും ഒക്കെ നടന്നോളും, ശരിയും തെറ്റും ഒക്കെ തീരുമാനിച്ചോളും. അവസാനം ഒരു തീരുമാനം വരും. കടുത്ത യാഥാസ്ഥികന്മാർ വന്ന് അവരെ ചർച്ചയ്ക്ക് വിളിക്കും, അവരുടെ നിർദ്ദേശം സ്വീകരിക്കും. അപ്പോൾ അവരുടെ നിർദ്ദേശം സ്വീകരിച്ചിട്ട് ആദ്യം എടുത്ത നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്തായി? രണ്ടു കൂട്ടരെയും പ്രീതിപ്പെടുത്തി. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ ഞങ്ങൾ പുരോഗമന പക്ഷത്ത് നിൽക്കും, അതേസമയത്ത് യാഥാസ്ഥികന്മാരായ സമുദായ സംഘടനകളൊക്കെ എതിരായതുകൊണ്ട് ഞങ്ങൾ പുറകോട്ട് വെച്ചു. രണ്ട് വോട്ട് ബാങ്കും തൃപ്തിപ്പെടുത്തുന്ന നിലപാടാണ് എടുക്കാൻ സാധ്യത. ഇതിൽ പക്ഷേ എളുപ്പമാണ് കാര്യങ്ങൾ, ഇതങ്ങനെ തന്നെ വരാനാണ് സാധ്യത. ഇതിലിപ്പോൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? ഞാൻ പലപ്പോഴും ചോദിക്കും, ഈ മദ്രസ നടത്തുന്ന എനിക്ക് അറിയാവുന്നവരാണ് മിക്ക മതസംഘടനകളുടെയും നേതാക്കന്മാർ. ഞാൻ ഇവരോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇതിൽ കാര്യമുള്ളത്? രാവിലെ മദ്രസയുള്ള സ്കൂളുകളിലാണ് ഈ പ്രശ്നമുള്ളത്. 7:30 മുതൽ 9:30 വരെയാണ് സാധാരണ മദ്രസ സമ്പ്രദായം. 2 മണിക്കൂറാണ് രാവിലെ കുട്ടികൾ മതം പഠിക്കുന്നത്.
7:30 പകരം 7:15 പോയി 9:15 വിട്ടാലും ഇത് തന്നെ 9:30 വിട്ടിട്ട് 10 മണിക്ക് കുട്ടികൾ സ്കൂളിൽ എത്തുന്നുണ്ട്. അതിന് പകരം 9:45 സ്കൂളിലെത്തണം എന്ന് പറഞ്ഞാൽ 7:15 പോയി 9:15 വിട്ടോട്ടെ, അത്രയല്ലേ കാര്യമുള്ളൂ. എന്തിനാണ് അതിൽ വാശി പിടിക്കേണ്ടത്? 7:30 സ്കൂളിൽ മദ്രസയിൽ എത്തിക്കുന്ന കുട്ടിയെ 7:15 എത്തിക്കാൻ എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ളത്? വലിയ റിസ്ക് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. അതാണ് ഒരു കാര്യം. ഉറങ്ങുന്ന സമയം സംസ്ഥയുടെ നേതാവ് ചോദിക്കുന്നുണ്ട്, ഉറങ്ങുന്ന സമയത്ത് മദ്രസ ഉറങ്ങുന്ന സമയം ഈ 15 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഇനി പോട്ടെ, അവർ തന്നെ വെച്ചിരിക്കുന്ന നിർദ്ദേശവും വേണമെങ്കിൽ സ്വീകരിക്കാവുന്നേ ഉള്ളൂ. അവർ പറഞ്ഞത് നിങ്ങൾ വൈകുന്നേരം അരമണിക്കൂർ കൂട്ടിയെടുത്തോ, എന്നാലും രാവിലെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ അതും അനുഭാവപൂർവ്വം ഗവൺമെന്റ് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എപ്പോൾ വേണ്ടിയിരുന്നു? ഇതൊരു നയം പ്രഖ്യാപിച്ച് നിയമമാക്കി ജിയോ ഇറങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഈ ഒരു ചർച്ച, അത് ഏത് പരിഷ്കാരത്തിലും വരുത്താറുണ്ടല്ലോ, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ചർച്ച, വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടനകൾ, ഈ സമുദായ സംഘടനകൾ ഒക്കെ ഒരു മീറ്റിംഗ് വിളിക്കാറുണ്ടല്ലോ. അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കോലാഹലം ഇല്ലാതെ കഴിക്കാം. പക്ഷേ ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് സർക്കാർ ഇട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞങ്ങൾ ഇപ്പോൾ ഇത് നടപ്പാക്കുന്നെങ്കിലും 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമേ നടത്തുന്നുള്ളൂ. സാധാരണയിൽ മദ്രസയിൽ 7 വരെ ക്ലാസ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് കൃത്യം അറിയില്ല. അപ്പോൾ പിന്നെ 8, 9, 10 വരെ ഉള്ളവർക്കേ ഉള്ളൂ, മറ്റുള്ളവർക്കില്ല എന്ന് വരുത്തി തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച എന്തിനാണ് ഈ 9:30 എന്ന് പറയുന്ന സമയം മാറ്റുന്നത്? അവിടെയും സാധാരണ പോലെ 10 മണിക്ക് സമയം മാറ്റിയും ഉച്ചയ്ക്ക് ഈ 2:30 എന്നുള്ള ആ സമയം മാറ്റിയിട്ട് 12:30 വിടുന്നതിന് വരെ 1 മണി മുതൽ 2 മണി വരെ സാധാരണ നിലയിലേക്കാക്കണം. അങ്ങനെ തീരുമാനം എടുക്കാനുള്ള ആർജവമൊന്നും സർക്കാരിന് ഇല്ല എങ്കിൽ പിന്നെ വെറുതെ ആളുകളെ പറ്റിക്കാനുള്ള ശ്രമം, ഇത് നമ്മൾ പറയുന്നതല്ല, ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ഹൈന്ദവ നേതാക്കൾ ഉൾപ്പെടെ നടത്തിയ പരാമർശമാണ്. ഇതിനും ഈ പറയുന്ന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മറുപടി പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? കാരണം അവരെപ്പോഴും ഈ ന്യൂനപക്ഷ പ്രീണനത്തിൽ മാത്രം ഉറച്ചു നിൽക്കുകയല്ലേ ചെയ്യുക. അല്ല, പക്ഷേ ഈ വെള്ളിയാഴ്ചയിലെ സമയമാറ്റം എന്ന് പറയുന്നത് ഇപ്പം തന്നെ വെള്ളിയാഴ്ച ഈ പരിഷ്കാരത്തിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ കാരണം, സാധാരണ വെള്ളിയാഴ്ച വർക്ക് ചെയ്യുന്ന സ്കൂളുകൾ, വെള്ളിയാഴ്ച മിക്കവാറും വർക്ക് ചെയ്യുന്ന ഒരു 50% മുസ്ലിം കുട്ടികളുള്ള, 50 എനിക്കൊന്നും അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒക്കെ നിർദ്ദേശത്തിലുണ്ട്, അത്രയും മുസ്ലിം കുട്ടികളുള്ള അവർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാർത്ഥന, അത് സമൂഹ പ്രാർത്ഥനയാണല്ലോ, പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവിടുത്തെ അതാത് PTA തീരുമാനപ്രകാരം അവിടുത്തെ സമയം നേരത്തെ ആക്കും. 9:30 തുടങ്ങിയിട്ട്, സാധാരണ 10 തുടങ്ങിയിട്ട് 1 മണിക്കാണല്ലോ ലഞ്ച് ബ്രേക്ക്. അപ്പോൾ അതിന് പകരം 9:30 തുടങ്ങി 12:30 വിടും. എന്താണെന്ന് വെച്ചാൽ ഈ 12:30 മണിക്കാണ് ശരാശരി ഈ ഉച്ച പ്രാർത്ഥനയുടെ ബാങ്ക് വിളിക്കുന്ന സമയം. അപ്പോൾ സ്വാഭാവിക അരമണിക്കൂർ നേരത്തെ തുടങ്ങിയിട്ട് സ്കൂൾ സമയം നഷ്ടപ്പെടുത്താതെ എടുക്കുന്നൊരു തീരുമാനം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പുതിയ പരിഷ്കാരത്തിൽ അത് വന്നത്. പക്ഷേ മദ്രസ ഇല്ലാത്ത ദിവസമാണത് എന്ന് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. അന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പരിഷ്കാരം മറിച്ച, അതായത് ഈ വെള്ളിയാഴ്ച രാവിലെ 9:30 സാധാരണ തുടങ്ങുന്നുണ്ടല്ലോ, ആ 9:30 തന്നെ വെള്ളിയാഴ്ചകളിൽ തുടങ്ങാം. എന്നിട്ട് 1 മണി വരെ എടുത്താൽ മതി. അല്ലെങ്കിൽ ആവശ്യമുള്ള ആ അരമണിക്കൂർ നേരത്തെ എടുക്കാവുന്ന ദിവസമാണ് ഈ വെള്ളിയാഴ്ച എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ വെള്ളിയാഴ്ചയിലെ ഉച്ചപ്രാർത്ഥന അത് പരമ്പരാഗതമായിട്ട് വരുന്ന ഒരു പുതിയ പരിഷ്കാരമല്ല. അത് ഉച്ചക്ക് പള്ളിയിൽ പോകണമെന്ന് വിചാരിക്കുന്നവർക്ക് കൊടുക്കാം. അതിനെ പ്രീണനം എന്നൊക്കെ പലരും ആക്ഷേപിക്കുന്നത് കേട്ടോ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പൂജാ ദിവസങ്ങൾ അവധി കൊടുക്കുന്ന പോലെ ഈ ഹിന്ദു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ, ആഴ്ചതോറുമുള്ള സമൂഹ പ്രാർത്ഥനകൾ നിർബന്ധമായും എല്ലാവരും ഒരു പ്രദേശത്തെ മുഴുവൻ മനുഷ്യരും എത്തിച്ചേരേണ്ട ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. അത് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഞായറാഴ്ച ഒരു ഇന്റർനാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് ആ ഇഷ്യൂ ഇല്ല. വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക് ഇന്റർനാഷണൽ മുസ്ലിം ഹോളിഡേ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹം ഒന്നിച്ച് ജീവിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ്. പക്ഷെ ഇവിടെ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു മുൻകൂട്ടി ആലോചിച്ചിരുന്നെങ്കിൽ ഈ വിവാദത്തിലേക്കേ പോകണ്ടേ. സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്നത് വർക്കിംഗ് സമയം അല്ലെങ്കിൽ ലേണിംഗ് ടൈം അരമണിക്കൂർ നീട്ടുകയല്ലേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേണ്ടൂ. അത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എന്താ ബുദ്ധിമുട്ട്. പക്ഷെ നഷ്ടം അപ്പോഴും ആലോചിക്കേണ്ടത് വൈകുന്നേരത്തെ കുട്ടികളുടെ സമയം കളിക്കാനും കൂടി ഉള്ളതാണ്. അപ്പോൾ പഠിക്കുന്ന സമയം അരമണിക്കൂർ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി സമയം കുട്ടികൾ പലപ്പോഴും കളിക്കുന്നത് ഇല്ലാതാവും. പഠിക്കുന്നതിനേക്കാൾ ആവശ്യമാണ് നമ്മുടെ കുട്ടികൾ കളിക്കൽ. ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. എന്തായാലും എനിക്ക് തോന്നുന്നത് വൈകുന്നേരത്തെ ഈ ഇന്നത്തെ ചർച്ച, പക്ഷെ അപ്പോഴും ഈ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ചില വർത്തമാനങ്ങൾ വികടത്തരമാണ്. അല്ല, പക്ഷേ ഞാനിപ്പോഴും പറഞ്ഞ 8, 9, 10 ക്ലാസ്സുകൾ ഒഴിവാക്കിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അതിനകത്തൊരു പൊരുത്തക്കേട് വരുന്നില്ല. ഇല്ല, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മദ്രസകൾ പണ്ട് സിനുവിൻ്റെ ധാരണ ശരിയാണ്, പണ്ട് 7 വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്കൂൾ പോലെ തന്നെ 12 വരെ മദ്രസകളുണ്ട് പലയിടത്തും, സെക്കൻഡറി മദ്രസകൾ എന്ന് പറയും. അതൊക്കെ ആ രംഗത്തും വലിയ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. പുരോഗതി അത് ആവശ്യമുള്ളതാണോ അല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. അപ്പോൾ പലയിടത്തും അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളും മദ്രസയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇതൊന്നും മുൻകൂട്ടി ആലോചിച്ചിരുന്നെങ്കിൽ ഇത്തരം വിവാദങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ തീരാമായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറ്റമൊന്നുമില്ലെങ്കിൽ PRD അറിയിപ്പ് കൊടുത്താൽ പോരെ, പിന്നെന്തിനാ ചർച്ച?
അല്ല, അങ്ങനെയാണെങ്കിൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടന സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകളുടെ ഭീഷണിക്ക് മുന്നിൽ വീണ്ടും സർക്കാർ വഴങ്ങാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ എളുപ്പത്തിൽ തീരും. ഇപ്പോൾ ഈ രാവിലത്തെ 15 മിനിറ്റ് കൂടി വൈകുന്നേരം എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്ന സമയം പോവും. നമ്മൾ കുട്ടികൾ സഫർ ചെയ്യുന്നേ ഉള്ളൂ. ചെറിയ തോതിലുള്ള സഫറിങ്സ് വരും. ചിലപ്പോൾ അംഗീകരിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലാണ്, ഗവൺമെൻറ് വലിയ ഭീഷണിയിലാണ്, പലതരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങളുണ്ട്. മാത്രമല്ല മൂന്നാമതൊരു ടേം കൂടി അധികാരത്തിൽ വരും എന്ന ഒരു പ്രതീക്ഷയും പ്രചാരണവും ഒക്കെ പിണറായി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് വഴങ്ങാനാണ് സാധ്യത. അത് പതിവ് പോലെ വഴങ്ങും എന്നതിലേറെ ഇക്കുറി പ്രത്യേകമായും വഴങ്ങാനുള്ള സാധ്യതയുണ്ട്. വേറൊരു കാരണം കൂടി, ഇക്കുറി വഴങ്ങാൻ എളുപ്പമുണ്ട്. വളരെ വയബിളായ ഒരു നിർദ്ദേശം അവരുടെ ഭാഗത്ത് തന്നെ. സമസ്തയാണല്ലോ ഇപ്പോൾ വലിയ സമരത്തിന് പോകുമെന്ന് പറയുന്നത്. അതിൽ ഒരു അപകടമുള്ളത്, ഇതൊക്കെ ഈ നിസാര കാര്യങ്ങൾക്ക് ബാർഗെയിൻ ചെയ്തിട്ട് സാമുദായിക ശക്തികളുടെ ഒരു വികാര രംഗമായി, അല്ലെങ്കിൽ അന്തിമമായി ഞങ്ങൾ തീരുമാനിക്കും. ഇനിയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവിലത്തെ 15 മിനിറ്റ് കൂടി വൈകുന്നേരം 15 മിനിറ്റ് എടുക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. ഇനി അതല്ല, അരമണിക്കൂറുള്ളത് 20 മിനിറ്റാക്കി ചുരുക്കി എന്ന് വിചാരിച്ചോളൂ. അപ്പോഴും ആരുടെ തീരുമാനമായി വരുന്നത്? ഈ സമരം ഇതാണോ സമസ്തയുടെ ഒരു പണി? നമ്മുടെ കുട്ടികളുടെ ധാർമ്മിക വിദ്യാഭ്യാസം ആണ് മദ്രസയിൽ കൊടുക്കുന്നതെങ്കിൽ ആ ധാർമ്മിക നിലവാരം നമ്മുടെ സമൂഹത്തിൽ കാണിക്കുന്നുണ്ടോ? ഈ വളർന്നു വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പുതിയ സമുദായം, ക്രിമിനൽ കുറ്റത്തിൻ്റെ ലെവലിൽ എവിടെ നിൽക്കുന്നു? ധാർമ്മികതയിൽ എവിടെ നിൽക്കുന്നു? മയക്കുമരുന്ന് വ്യാപാരത്തിൽ എവിടെ നിൽക്കുന്നു? കള്ളക്കടത്തിൽ എവിടെ നിൽക്കുന്നു? ഇത്തരം കാര്യങ്ങൾ ഇവർ ആലോചിക്കുന്നുണ്ടോ? അവർ സ്ത്രീധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ, അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നയം, കല, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിൽ, സിനിമ, സംഗീതം, നാടകം തുടങ്ങിയ വിഷയങ്ങളിൽ ഒക്കെയാണ് ഇവർക്ക് ധാർമ്മികമായ വെളിച്ചം കൊടുക്കേണ്ടത്. അവർ ചെയ്യേണ്ട പണിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനാവശ്യമായ പണി. ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നു പോകുന്ന ഒരു സംസ്ഥാനത്ത്, എല്ലാ സമുദായങ്ങൾക്കും ആവശ്യത്തിലേറെ പരിഗണന കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് തൊട്ടതിനൊക്കെ ദുർവാശി പിടിച്ചിട്ട് ഞങ്ങളുടെ ശക്തി തെളിയിക്കുക എന്ന് പറയുന്നതാണ് ഇതിൽ മോശം പ്രവണത. അത് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇതിനൊക്കെ വേണോ കലാപത്തിന് പോകേണ്ടത്? ചുരുക്കം പറയാൻ സമസ്ത നിലപാട് ഘടിപ്പിക്കും, പിണറായി പിന്മാറും. തീർച്ചയായിട്ടും അതിനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.